ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡോണറ്റ്സ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യുന്നതാണിത്. ഫ്രൈ ചെയ്തും ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ബേക്ക് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യുക. രണ്ടായാലും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗ്ലേസിങ് കൊടുക്കുക. ഇനി ഒരു ഗ്ലേസിങ് ഇല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് എങ്ങനെ ചെയ്യുന്നത് എന്ന് നോക്കാം. ഈ ഡോണട്ട്സിന് ആവശ്യമായിട്ടുള്ളത് 2 കപ്പ് മൈദ എടുക്കുക, 1 കപ്പ് ചൂടുള്ള പാല്, നമുക്ക് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര, അതുപോലെ തന്നെ കുറച്ച് വാനിലൻ്റെ എസൻസ്, അതുപോലെ ബട്ടർ, നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ബട്ടർ വേണം. അതുപോലെ നമുക്ക് ഈസ്റ്റാണ്, ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഇത് നമുക്കൊരു 2 ടീസ്പൂൺ ഈസ്റ്റ് വേണം. 2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് എടുക്കുക. അതുപോലെ കുറച്ച് ഉപ്പ് വേണം നമുക്ക്. പിന്നെ 2 മുട്ടൻ്റെ മഞ്ഞ, മുട്ട ഒന്നിച്ചെടുക്കണില്ല, 2 മുട്ട മഞ്ഞ വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇത് നമുക്ക് എങ്ങനെ ഇത് മാവ് കുഴച്ച് വെക്കാൻ നോക്കാം. നമുക്ക് ഈ മാവിന് ഒരു സെൻറ്ററിൽ ഒരു ഹോളാക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 2 മുട്ടൻ്റെ മഞ്ഞ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടറിന് പകരം നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ ബട്ടറാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ബട്ടർ ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് വരിക. നമുക്ക് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ്, ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഈസ്റ്റ്. ഞാൻ എടുക്കുന്നത് ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. നിങ്ങൾ മറ്റേ ഈസ്റ്റ് ആണെങ്കിൽ അത് ആദ്യം ഇതിന് ചൂടുവെള്ളത്തിലിട്ടിട്ട് പഞ്ചസാരയും ഇട്ടിട്ട് നിങ്ങൾ പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. ഇത് ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഡയറക്റ്റ് ചേർക്കുന്ന പൊടിയിലേക്ക് തന്നെ. ഞാൻ 2 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്ക് ചൂടുള്ള പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരു ചപ്പാത്തി മാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിൽ, അതിലേറെ കുറച്ചുകൂടെ ലൂസായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇതിലൊക്കെ നമുക്ക് 2 തുള്ളി വാനില എസൻസും കൂടെ ചേർക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചിട്ട് ഞാനിതിങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റ് ഒന്ന് മാറ്റിയിട്ട് ശരിക്കും നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. നന്നായിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. ചപ്പാത്തിക്ക് കുഴക്കണം അത്ര ടൈറ്റിലല്ല നമ്മൾ കുഴച്ചിട്ടുള്ളത്, കുറച്ച് ലൂസാക്കിയിട്ടാണ് കുഴച്ചിട്ടുള്ളത്. എങ്കിലേ നമ്മുടെ മാവ് പൊങ്ങി വരുള്ളൂ. ഒരു പരുവത്തിലാണ് നമ്മൾ കുഴച്ചത്. ഇനി നല്ലോണം നമ്മൾ കുഴച്ചിട്ട് കയ്യിലിട്ടിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് എടുക്കുക. നമ്മൾ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് വെക്കാം. ഇതിന്റെ മേലെ നമുക്ക് ഓയിലോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് കുറച്ച് തേച്ച് കൊടുക്കാം. ഇത് നമുക്കൊരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ നനഞ്ഞ ഒരു ടവൽ വെച്ചിട്ടോ ഒന്ന് മൂടി വെക്കാം. ഇത് നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂറെങ്കിലും നമ്മൾ മൂടി വെക്കണം. എന്നാലേ നമ്മുടെ ഇത് ശരിക്കും നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. ഞാൻ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 2 മണിക്കൂർ വെക്കാം. ഇത് ചൂടുള്ള സ്ഥലത്താണെങ്കിൽ പെട്ടെന്ന് മാവ് പൊങ്ങി കിട്ടും. തണുത്ത സ്ഥലത്താണെങ്കിൽ കുറച്ച് പാടാണ് പൊങ്ങാൻ. അപ്പോൾ ചൂടുള്ള ഏതെങ്കിലും ഭാഗത്ത് വെക്കുക, ഒന്നെങ്കിൽ സ്റ്റൗവിൻ്റെ അടുത്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഓവനൊന്ന് ഹീറ്റാക്കിയതിന് ശേഷം ഓവൻ ഓഫ് ചെയ്തിട്ട് ഓവൻ്റെ ഉള്ളിൽ വെക്കുക. എങ്ങനെയെങ്കിലും ചെയ്യുക. ചൂടുള്ള സ്ഥലത്താണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി കിട്ടും. നമുക്കിതൊരു 2 മണിക്കൂർ വെക്കാം. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ളത് ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഈ റാപ്പ് ഒഴിവാക്കുക. നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം.
ഇതുപോലത്തെ ഒരു കൗണ്ടർ ടോപ്പ് നന്നായിട്ട് തുടച്ചിട്ട് ഇതിൽ കുറച്ച് പൊടി മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നല്ലപോലെ കുഴച്ചെടുക്കുക. നമുക്ക് ഡോണട്ട്സ് പരത്തിയിട്ട് വെച്ചെടുക്കാനുള്ള ബേക്കിംഗ് ട്രൈ ഞാനൊന്ന് ഓയിൽ തേച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓയിലോ ബട്ടർ എന്തെങ്കിലും തേച്ചെടുത്തിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. ഈ ട്രൈ നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റിയേക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. പിന്നെ റോളർ വെച്ചിട്ട് തന്നെയാണ് പരത്തുന്നത്. നമ്മളിത് പരത്തി വെച്ചിട്ടുണ്ട്. അധികം കട്ടി കുറച്ച് പരത്തരുത്. 1 ഇഞ്ച് കനത്തിലാണ് ഞാൻ പരത്തി വെച്ചിട്ടുള്ളത്. ഇനി ഇത് ഡോണട്ട്സ് കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. അല്ലാത്തവര് ടിന്നിന്റെ ഈ ഒരു സൈസിലുള്ളൊരു അടപ്പെടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ അതിലും ചെറിയ ഒരു സൈസും കൂടെ എടുക്കുക. ഇത് വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. ഇത് ഓരോന്നായിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് വെക്കാം. ഞാൻ കട്ട് ചെയ്ത് വെച്ചതിൻ്റെ സെൻറ്ററിലായിട്ട് ചെറിയ അടപ്പ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡോണട്ട്സിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടുള്ളൂ. ആ ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് അങ്ങനെ. ഡോണട്ട്സ് കട്ടർ ഉണ്ടെങ്കിൽ അതായിട്ട് ചെയ്യാം, അല്ലാത്തവരിങ്ങനെ ചെയ്യാം. നമുക്ക് ഇതിൻ്റെ സെൻറ്ററത്തെ ഭാഗം വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ബേക്ക് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തതിൽ കുഴച്ചിട്ട് പരത്തിയിട്ട് വേറെ ഡോണട്ട്സ് ആക്കി മാറ്റാം. അത് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. എന്നാൽ നമുക്ക് ഓരോ ഡോണട്ട്സും നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ട്രേക്ക് മാറ്റി കൊടുക്കാം. ഒന്നിനോട് തട്ടാണ്ട് വെക്കണം, ഇല്ലെങ്കിൽ അത് നമ്മൾ വെക്കുന്ന ടൈമിൽ ഒട്ടിപ്പോവും. ഇങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ട്രേക്ക് വെക്കാം. ഇങ്ങനെ എല്ലാ മാവും പരത്തി ഞാൻ ഡോണട്ട്സിൻ്റെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ബേക്കിംഗ് ട്രേയിൽ വെച്ചിട്ടുള്ളത് ബേക്ക് ചെയ്യാനും ഇതിൽ വെച്ചിട്ടുള്ളത് ഞാൻ ഫ്രൈ ചെയ്തെടുക്കാനുമാണ്. ഞാൻ 2 രീതിയിലും കാണിക്കുന്നുണ്ട്. ഓവനുള്ളവർ ബേക്ക് ചെയ്തെടുക്കുക, അല്ലാത്തവർ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇന്ന് ഒരു 20 എണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. 20 ഡോണട്ട്സ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു അളവെന്ന്. ഇത് നമുക്ക് ഇങ്ങനെ കുറച്ച് ഒരു 15-20 മിനിറ്റ് നമുക്കിത് ഒന്നും കൂടെ കവർ ചെയ്ത് വെക്കണം. എന്നാലേ അതൊന്ന് പൊങ്ങി കിട്ടുള്ളൂ. അതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യുകയാണെങ്കിലും ഫ്രൈ ചെയ്യുകയാണെങ്കിലും അതിന് ശേഷമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു 20 മിനിറ്റ് നമുക്കൊന്ന് കവർ ചെയ്ത് വെക്കാം. നമ്മൾ കവർ ചെയ്ത് വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഈ ട്രേത്ത് ഞാൻ 170 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റാണ് ഞാൻ ടൈം കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കത് കഴിഞ്ഞിട്ടൊന്ന് നോക്കാം ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഞാൻ ഓവൻക്ക് മാറ്റുകയാണ്. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓൺ ആക്കിയിട്ട് നമുക്കിത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയിലൊന്നും ഇത് പൊരിച്ചെടുക്കരുത്. ഏതെങ്കിലും ഫ്ലവർലെസ് ആയിട്ടുള്ള ഓയിൽ തന്നെ എടുക്കുക. നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഡോണട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വലിയ പാന് വെച്ചെടുക്കണമെങ്കിൽ പെട്ടെന്ന് എല്ലാം ഒന്നിച്ച് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഞാനൊരു 4 ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ചെറിയ തീയിലിട്ടിട്ട് ചെയ്യാം, അതിനെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് നമ്മൾ ഒരു ഭാഗത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. കരിയാതെ 2 ഭാഗം നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കിയിട്ട് എടുക്കാം നമുക്ക്. നമ്മളത് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ഞാൻ കോരി മാറ്റുകയാണ്. നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഡോണട്ട്സ് തണുക്കാൻ വെച്ചിട്ടുണ്ട്. തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ മേലെ ഗ്ലേസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ ഷുഗർ ഗ്ലേസിംഗ് ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഞാൻ ചോക്ലേറ്റ് ഗ്ലേസിംഗ് ആണ് ചെയ്യുന്നത്. ഷുഗർ ഗ്ലേസിംഗ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ചെടുക്കാം അടുപ്പത്തേക്ക്. അതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പൊടിക്കാത്ത പഞ്ചസാരയാണ്. ഇത് നമുക്കൊരു സിറപ്പാക്കിയിട്ട് എടുക്കുക. ഒരു നൂൽ പരുവ ഒരു സമയം വരെ നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു
ഒട്ടുന്ന ഒരു പരുവായിട്ടുണ്ട്, കാണുന്നുണ്ടാവും. നമ്മൾ വിരൽ വെച്ചാൽ ഇങ്ങനെ സ്റ്റിക്ക് ആവുന്നുണ്ട്, കാണുന്നില്ലേ? ഒരു നൂൽ പരുവായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി അടുത്ത് ചോക്ലേറ്റ് ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഞാൻ ബട്ടർ ഇടുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ മതിയായിക്കൊള്ളുന്നതിന് അപ്പം 1.5 ടേബിൾ സ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട്. ഒന്ന് മെൽറ്റ് ആവട്ടെ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേണം നിർബന്ധമൊന്നുമില്ല. നിങ്ങളടുത്ത് ചോക്ലേറ്റ് ബാർ ഉണ്ടെങ്കിൽ അത് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ഞാൻ ചോക്ലേറ്റ് ബാർ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്യാം. ഈ കുറച്ച് കൊക്കോ പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊരു സോസ് ആക്കിയിട്ട് എടുക്കുക. നമുക്ക് ഇനി ഡോണട്ട്സ് തണുത്തതിന് ശേഷം അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ 25 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ ബേക്ക് ചെയ്ത ഡോണട്ട്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തണുക്കാൻ ഇതിന്ന് ട്രെയിൽ നിന്ന് മാറ്റിയിട്ട് തണുക്കാൻ വെക്കാം. അതിന് ശേഷം നമുക്ക് ഗ്ലേസിങ് കൊടുക്കാം. നമ്മുടെ ഡോണട്ട്സ് മൊത്തം ഞാനൊരു വയറാക്കി മാറ്റിയിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തതും ബേക്ക് ചെയ്തതും ഒക്കെ ഒന്നിച്ചാണ് വെച്ചിട്ടുള്ളത്. നമുക്കിതിൻ്റെ മേലെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പിൻ്റെത് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആകെ കട്ടിയായി പോവും. നമ്മൾ പ്ലേറ്റിൽ വെച്ചിട്ട് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്ലേറ്റിൽ ആകാവും. ഇങ്ങനെ വയറാക്കിലാവുമ്പോൾ അടിയിലുള്ള ആ പാത്രത്തേക്ക് മാത്രം ഒലിച്ച് പോയിക്കോളൂ എക്സ്ട്രാ ഉള്ളത്. പിന്നെ നമുക്ക് ഓരോന്നും ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെ ഇതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എക്സ്ട്രാ ഉള്ളത് അതിലേക്ക് ട്രേക്ക് ഒലിച്ച് പോയിക്കോളും. ഇങ്ങനെ നമ്മുടെ ഡോണട്ട്സിന് മൊത്തം ഞാനിങ്ങനെ ഒരു ഗ്ലേസിങ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഗ്ലേസിങ് ഒന്നും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര ജസ്റ്റ് മേലൊന്ന് വെതറി കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് സെർവ് ചെയ്യാം. നമ്മുടെ ഈ ഡോണട്ട്സ് ഞാനൊരു സെർവിങ് ഡിഷിക്ക് മാറ്റിയിട്ടുണ്ട്. ശരിക്കും തണുത്തിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചോക്ലേറ്റൊക്കെ നമ്മളെ കൈമേൽ കൊട്ടിപ്പോവും. പഞ്ചസാരൻ്റെ കോട്ടിങ്ങൊക്കെ ശരിക്കും സെറ്റായാൽ ശരിക്കും ഇങ്ങനെ വൈറ്റായിട്ട് നിന്നോളും. പിന്നെ നമ്മളെ കയ്യിലൊന്നും പോരൂല. നല്ല സോഫ്റ്റാണിത്. കണ്ടാൽ നിങ്ങൾക്ക് അറിയുണ്ടാവും. ഉള്ളൊക്കെ പഞ്ഞി പോലെയാണ് നിൽക്കുന്നത്. നമ്മൾ ഫ്രൈ ചെയ്തതും അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ്. രണ്ടും നല്ല സോഫ്റ്റാണ്. അപ്പം ഇതുപോലെ ഇനി ഡോണട്ട്സൊക്കെ നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കുക. പുറത്തുനിന്നൊന്നും വാങ്ങിക്കാതിരിക്കുക. മക്കൾക്കൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. ഇതുപോലെ നല്ല അടിപൊളി റെസിപ്പിയുമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.